അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരാളെ കൂടി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ? അന്ന് കിട്ടിയത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചത് തീരെ റോഡില്ലാത്ത സ്ഥലത്ത് നിന്നായിരുന്നു. ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു ഗിഫ്റ്റാണ്. ഹൈറ്റിലായോണ്ടാണ് അറിയില്ല. പോണറൊക്കെ കാണിച്ചു തരട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വീട്ടിലേക്ക് ഒരാളെ കൂടി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു അപ്പുവിന് സംതിങ് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണം. ഈ ബർത്ത്ഡേക്ക് അപ്പു എനിക്ക് പോളോ കാറൊക്കെയാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടല്ല, അപ്പു ലൈക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അപ്പുവിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സംഭവം അപ്പുവിന് ഒരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൈക്ക് വാങ്ങാൻ പോവാണ്. അതായത് നമുക്ക് മുന്നേ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. വീഡിയോ എത്തിയിട്ട് വരാം. അങ്ങോട്ട് വാ, വരുവാ, എന്നിട്ട് വാ, അങ്ങോട്ട് കണ്ണ വരവായോ, വരുവാ. ഇതാ എന്ത് ചെയ്യാനിത്? അപ്പം അത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പം അങ്ങനെയാണ് എനിക്ക് അപ്പോൾ അവിടെ കിടക്കുന്നതോ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി തരുന്നത്. പക്ഷെ ഞാനല്ലാതെ ഉപയോഗിക്കില്ല, അപ്പം തന്നെയാണ് എന്നാലും എനിക്ക് വാങ്ങി തരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അന്നേ മുതലേ ഉണ്ട് ഇങ്ങനെ അപ്പന് ബൈക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഏത് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ അപ്പനോട് പറഞ്ഞു നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് വാങ്ങാൻ. ഷോറൂമിൽ പോയിട്ട് ഓടിച്ച് നോക്കിയിട്ട് നമ്മുടെ അപ്പുറത്ത് പൊമ്മേരിയും കുട്ടനാട്ടോ. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് വാങ്ങാൻ പോകുന്നതെന്ന് നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഓടിച്ചൊക്കെ നോക്കാം. നമുക്ക് 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളത് രണ്ടും പോയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങാമെന്നാണ് ഞാൻ അപ്പൂനോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഓൾറെഡി അപ്പൂന് ഫ്രഷ് ബൈക്ക് വാങ്ങി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളത് പറഞ്ഞ് അപ്പം ഞാൻ ആ സസ്പെൻസ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പൊട്ടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയ സമയത്ത് അവരവിടുന്ന് പറഞ്ഞു ഇപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, സംതിങ് ലൈക്ക് എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു അവർ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിപ്പോൾ തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 10K കൊടുത്തിട്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അപ്പു ഇങ്ങനെ നോക്കിയെന്നെ ഇപ്പം ബുക്ക് ചെയ്യാനോ? എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞു നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ കാർ കയറിയിട്ട് വെച്ചു അല്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് നോക്കാനല്ലായിരുന്നോ വിചാരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഫ്രഷ് വാങ്ങാൻ തന്നെ ആലോചിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു മൊമെൻറ്റ് അപ്പൂൻ്റെ ആ ഒരു ഫേസ് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ബുക്കിങ്ങിനായിട്ട് പോവുകയാണ്. ദേ അവിടെ കാറ് നിർത്തി അപ്പൂ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അപ്പൂനെ കണ്ട എനിക്ക് ഇൻട്രോയിൽ കുറേ കാര്യങ്ങൾ പറയേണ്ട, അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആളങ്ങോട്ട് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ബാക്കി വിശേഷങ്ങളിലൊക്കെ. ഹലോ, എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഞെട്ടി നിൽക്കുകയാണ്. വാ ഷോറൂമിൽ പോവാ. ഏതാ കളറ് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. 2 കളറിലാണ് നിക്കുന്നത്. അതിപ്പോ അവിടെ പോയിട്ട് വേണം കൺഫേം ചെയ്യാൻ. ഒന്നുകൂടി കേറിയിരുന്ന് നോക്കണം നമുക്ക്. തീരെ വിചാരിച്ചില്ല ഫ്രഷ് ആണ്, കാരണം എന്നോട് സെക്കൻഡ് ഹാൻഡ് എടുക്കുക പറഞ്ഞത്. അപ്പൊ നമ്മൾ കംഫർട്ട് കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ, കളറ് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ ഒന്ന് പോയി നോക്കാം. 3 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. റെഡും ബ്ലാക്കും, പിന്നെ ബ്ലാക്കും, പിന്നെ വൈറ്റും. ഓക്കെ, അങ്ങനെ 3 കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഏതാണെന്നുള്ള ഫൈനലൈസ് ചെയ്യണം. നമ്മൾ ആദ്യം വിചാരിച്ചത് ബ്ലാക്ക് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നതിൻ്റെ വൈറ്റ് കളർ എന്ന് പറയുന്നത്, വൈറ്റും ബ്ലൂവും. ആക്ച്വലി നമുക്ക് BMW എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിലേക്ക് വരുന്നൊരു കളർ ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക മോഡിഫൈ ചെയ്തൊരു വണ്ടി പോലെ തോന്നി. ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയിരുന്ന ബ്ലാക്ക് ആക്ച്വലി സ്റ്റാൻഡേർഡ് കളറാണ്. പക്ഷേ നമുക്ക് ആദ്യം നമ്മൾ ബ്ലാക്ക് എടുക്കാൻ തന്നെയാട്ടോ നിന്നിരുന്നത്. നമ്മൾ അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഈ ഒരു കളർ കണ്ടപ്പം എല്ലാവരും പറഞ്ഞു റോഡ് പ്രസൻസും കുറച്ചുകൂടി അധികം ഇതിലായിരിക്കും. എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവനൊക്കെ പറഞ്ഞു റോഡ് പ്രസൻസ് കുറച്ചുകൂടി ഈ ഒരു കളറായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ ഈ ഒരു കളർ നോക്കാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ?
എനിക്കും ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ മനീഷേട്ടൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഫുള്ളായിട്ട് അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും പോയിട്ട് ഒന്ന് നിന്നൊക്കെ നോക്കി, അതിൻ്റെ മേലെ കയറി ഇരുന്നൊക്കെ നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് അങ്ങനെ ഓടിക്കാനൊന്നും അറിയില്ല വണ്ടി. എന്തായാലും ലൈസൻസ്, 2 വീലർ ലൈസൻസ് ഉണ്ട്, പക്ഷെ ബൈക്ക് അങ്ങനെ ഓടിക്കാൻ അറിയില്ല. പക്ഷെ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബൈക്ക് എന്ന് അറിയുന്നത്. എനിക്ക് പഠിക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഇതിൻ്റെ മേലെ പഠിക്കില്ല, വേറെ പഠിക്കുള്ളൂ. പക്ഷേ ഇതാ എനിക്ക് കയറിയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു കളർ എടുക്കാമെന്നാണ് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മൾ എന്താ പറയുക അഡ്വാൻസ് ചെയ്യുകയാണ്, ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നു അപ്പൂന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് എന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. അപ്പോൾ അതാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, ഒരുപാട് ഹാപ്പി ആയോ. സോ അങ്ങനെ നമ്മൾ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. അഡ്വാൻസ് ചെയ്തു. ദിവസം പറഞ്ഞിട്ടില്ല, എന്നാലും പെട്ടെന്ന് ചെയ്തുതരാന്ന് പറയുന്നുണ്ട്. എന്നാ കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അത് അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തീരെ വിചാരിച്ചില്ല വന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ആള് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ആൾക്ക് ഗിഫ്റ്റ് ചെയ്യണം. ഇറങ്ങിയപ്പോഴാണ് എന്നോട് പറയുന്ന സംഭവം. ഞെട്ടി അന്ന് ഞെട്ടിയത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇത് സസ്പെൻസ് ആക്കി വെച്ചായിരുന്നു. അപ്പൊ നമ്മളിതാ ഇവിടെ ഷോറൂമിലാണുള്ളത്. നമ്മൾ ആദ്യം ഹിമാലയം പോയി നോക്കിയിരുന്നു അല്ലേ? ഹിമാലയം പോയി നോക്കി. പക്ഷെ നമുക്ക് ലൈക്ക് രണ്ട് വണ്ടിയും ഇഷ്ടമായതും കസ്റ്റമർ സർവീസും ഇഷ്ടമായതും നമുക്ക് BMW ഇവിടെ തന്നെയാണ്. അപ്പോൾ യെസ്, ഭയങ്കര കംഫർട്ട്, നല്ലൊരു അല്ലേ, ഭയങ്കര കംഫർട്ട്. ഹിമാലയനാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് തോന്നി അങ്ങനെ. പിന്നെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്സ് ബൈക്ക് ടൈപ്പാണ്. പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര, എനിക്കാണെങ്കിലും ഇരിക്കാനൊക്കെ ഭയങ്കര സുഖം തോന്നി. അപ്പം യെസ്, നല്ല പവറും. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചത് തീരെ റോഡില്ലാത്ത സ്ഥലത്ത് നിന്നായിരുന്നു. ആ റോഡ് ഇങ്ങനെ നല്ല സുഖമായിരുന്നു. അപ്പം നമ്മളിതാ ഇവിടുന്ന് അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. ഡെലിവറി എടുക്കുന്ന ദിവസമായിരിക്കും. നമ്മൾ അതുപോലെ നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി ആരുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം, ഇനി ഡെലിവറി ഡേ കാണാം. അങ്ങനെ ഇന്നാണ് ആ ദിവസം. ഇന്നിപ്പം 5-ാം തീയതി അല്ലേ? നമ്മൾ പക്ഷെ പ്രതീക്ഷയേക്കാൾ വേഗം കിട്ടി. അതെ അതെ അതെ. അവിടെ നമ്മൾ 2 ആഴ്ച എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അയ്യോ 2 ആഴ്ച എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇന്നലെ വിളിച്ചു പറഞ്ഞ് ഇന്നലെ എടുക്കായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മളെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോകുന്ന സമയത്തായിരുന്നു വിളിച്ചത്. അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് പറ്റും നമുക്ക് വിളിച്ചപ്പോൾ ഐ മീൻ പോവാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്നത്തേക്ക് ഡെലിവറി മാറ്റി. ഞാൻ പറയുന്നത് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്. ഭക്ഷണം കഴിക്കുമ്പോ പോവാ. അപ്പൊ നമ്മളിവിടുന്ന് ഒരു അപ്പൂന് ഏറ്റവും വാങ്ങി കൊടുക്കാനുള്ളതില് എന്താ പറയുക, അപ്പൂന് ഏറ്റവും ഇഷ്ടമാകുന്ന ഒരു ഗിഫ്റ്റാണ് ബൈക്ക്. വേറെ ഒന്നിനും ഞാൻ അപ്പൊ ഇത്ര എക്സൈറ്റഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല സെക്ഷനിൽ ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതിനാണ് ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ കൈക്ക് പോവാ. നമ്മള് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാ പോകുന്നത്. കാരണം വണ്ടി എടുത്താൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പബ്ലിസിനെ സ്കൂളിൽ കൊണ്ടുവരുന്ന ഏട്ടനുണ്ട്, മൂപ്പരെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് എത്തും. ഞാൻ പോവാം. പിന്നെ ബൈക്കിലായതുകൊണ്ട് ബബൂഷിനെ കൂട്ടുന്നില്ല, കാരണം കാറ്റ് കഴിച്ചാലോ. ഇപ്പൊ മഴക്കാലം, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പൊ ജലദോഷം മാറി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ നെബുലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെന്തായാലും ബബൂഷിനെ കൂട്ടുന്നില്ല. പോയി വന്നിട്ട് ബബൂഷിനായിട്ട് മഴ ഇല്ലെങ്കിൽ റൈഡ് പോവും അല്ലേ? അങ്ങനെ ഇതാ നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അതാകുമ്പോൾ തിരിച്ച് വരാമല്ലോ. നമ്മുടെ ക്യാമറമാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഓട്ടോ ചേട്ടനാണ് കേട്ടോ ഇത്, നമുക്കിവിടെ പെരുവട്ടൂരുള്ള. അപ്പം ആ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ ഓട്ടോയിൽ പോവുകയാണ്. ദേ നിൽക്കുന്നു നമ്മളെ നോക്കി നമ്മുടെ കുട്ടൻ. എപ്പോഴാണ് എന്നെ തുറക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയി തുറക്കണം. ഗൈസ്, അങ്ങനെ നമ്മളിതാ BMW ഷോറൂമിലെത്തി. ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ചക്കോടി ചേട്ടൻ. നമ്മളെ കിയന്റെ വീഡിയോ എടുത്ത് ചക്കോടിച്ചതാണ്. ചക്കോടി ചേട്ടനല്ല, എനിക്ക് പ്രായം കുറവാണൊക്കെ. ചക്കോടി ചേട്ടനല്ല, വിധുനേട്ടൻ എന്നാണ്. പക്ഷെ ചക്കോടി വെഡിങ്സ് എന്നാണ് പേജിന്റെ പേര്.
ആ അപ്പൊ ചാക്സ് എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മുടെ അടിപൊളി സാധനം ഇറക്കാൻ പോണേ. അതെ അതെ. പക്ഷെ നമ്മുടെ സംഭവം കൂട്ടി വെച്ചതാണ്. അവരോട് അവരോട് നമ്മളൊരു ഫോട്ടോ തരുമെന്ന് വെച്ച് അവരോട് നമ്മളൊരു ഫോട്ടോ തരുമെന്ന് വെച്ച്. പക്ഷെ അവർ ഫോട്ടോ തരില്ല. അവര് നമുക്ക് സർപ്രൈസ് തന്നു. നിങ്ങൾ ഇവിടെ വന്ന് സർപ്രൈസ് ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളത്. പിന്നെ വീഡിയോന് ഒരു കണ്ടന്റിന് വേണ്ടി നമ്മൾ കുറച്ച് റീൽസിന് ഒരു കണ്ടന്റിന് വേണ്ടി കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കണ്ടന്റ് രീതിയിൽ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കളിക്കലല്ലേ. വൺ ഷൂട്ടിങ്ങിലാണ്. ഇങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് ടു എന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും എടുക്കാൻ പോവാ. അതാ നമ്മളിതാ BMW EVN മോട്ടോഴ്സ് അല്ലേ, ഞാൻ കാണിച്ചു. EVN മോട്ടോഴ്സിലാണ്, അല്ല EVN ഓട്ടോക്രാഫ്റ്റിലാണുള്ളത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാലിക്കറ്റിൽ BMW ഷോറൂമായ EVM ഓട്ടോക്രാഫ്റ്റ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അവരിതാ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ബോക്സിലായിരിക്കുന്ന, പക്ഷേ അവർ ഇത്രയും നന്നായിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. മനീഷ് വിഷ്ണു ഹാപ്പി മോട്ടറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു സെറ്റപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അവരെടുത്ത ആ ഒരു എഫേർട്ടും. ആസ്വദിക്കാനുള്ള ഇതാ നമുക്ക്. ഇതെന്തായിരുന്നു സുട്ടാ പേര് പറയാ? ആ കാരിയർ. അതൊക്കെ അവര് തന്നിട്ടുണ്ട്. ഓ എനിക്ക് വയ്യ. അയ്യോ എന്തൊരു ഭംഗി. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ ചക്കോടിച്ചേട്ടെ എന്നാൽ ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആളിൽ നിന്ന് ഒരുപാട് നല്ല അടിപൊളി ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആണല്ലേ? പവർ എങ്ങനെയുണ്ട്? പവർ അല്ലേ? അതിന്റെ ബാക്കിലും കൂടി ഇരുന്ന് നോക്കണം. നല്ല ചാരി ഇരിക്കാൻ വേറെ സുഖം. ഹേയ്, താങ്ക് യു സോ മച്ച്. അപ്പം ചേട്ടന്റെ പേരെന്തായിരുന്നു? ഷെബീബ്. EVM ഓട്ടോക്രാഫ്റ്റ് അല്ലേ? ഓ ഷുവർ ഷുവർ. അപ്പം ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആക്കി തന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഇന്ന് ഡെലിവറി കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളിതാ ചെക്കനെ ഇറക്കി നമ്മൾ റൈഡ് പോവാൻ പോവാണ്. എങ്ങനെയുണ്ട്? റൗണ്ട് അടിക്കാൻ വേണ്ടി കാത്തിക്കാണ്. ഇപ്പൊ വീഡിയോ എടുക്കേണ്ടതിനെ കൊണ്ട് അടിക്കാൻ പറ്റില്ല. അതിന് മുന്നേ എനിക്ക് ഹെൽമെറ്റ് വാങ്ങണം. ഞാൻ പോയിട്ട് ഹെൽമെറ്റ് വാങ്ങിയിട്ട് വരാം. പിന്നെ ഇതിന്റെ വേറൊരു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഗൈസ്, ഇതാണ്. ഇത് ആക്ച്വലി നമുക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചാരി ഇരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മെയിൻ ഇഷ്യൂ ആയിട്ടുള്ളത്, ഞാൻ 2 വീലർ നോക്കുമ്പോൾ ബാക്ക് പെയിൻ അത് നോക്കിയിട്ടാണ് ഞാൻ എന്താ പറയുക ഇത് നോക്കിയിരുന്നത്. അപ്പം ഇതിലിരുന്നപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കേട്ടോ. പക്ഷെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഇങ്ങോട്ട് ചാരിയിരിക്കും, ഇങ്ങോട്ട് ചാരിയിരിക്കും. ഹായ്, നല്ല സുഖമുണ്ട്. ചെക്കനെ ഓടിക്കണ്ടേ? യെസ്, നമുക്ക് പോവാം. ബബ്ലൂസിനെ കയറ്റി ഒരു റൈഡ് പോകണം അല്ലേ? ബബ്ലൂസിനെ കയറ്റി പോകണം. പിന്നെ അമ്മേനെ കയറ്റാൻ അമ്മക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ കയറാൻ പറ്റുകയാണെങ്കിൽ അമ്മേനെ കയറ്റിട്ട് ഒരു റൗണ്ട് പോകണം. എല്ലാം അടിപൊളിയാക്കണം. അപ്പൊ അതാ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പോവാ. പിന്നെ നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെറിയ സർപ്രൈസ് കൊടുത്തു. ഞാൻ എനിക്ക് മാത്രം വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞാൻ പറഞ്ഞു അപ്പനോട് ഇഷ്ടമുള്ള ഹെൽമെറ്റ് നമുക്ക് വാങ്ങാം, ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടെ സർപ്രൈസ്ഡായി. അപ്പം ഈ ഒരു സെക്ഷൻ കണ്ടോ, അത് ഓഫ് റോഡ് സെക്ഷനാണ്. അപ്പോൾ അതിന് 11,000 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ 4,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കടയിലെ ചേട്ടൻ നല്ലൊരു ഡിസ്കൗണ്ട് തന്നിട്ടോ. നമ്മൾ ഭയങ്കര കളേഴ്സ് ഒന്നും എടുത്തില്ല, നമ്മൾ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അടിപൊളി അടിപൊളി. ഐ മീൻ ഹൈറ്റിലായോണ്ടാണ് അറിയില്ല. പോണറൊക്കെ
ബാക്കിൽ എങ്ങനെയുണ്ട് ഇരിക്കാന്? ആ നല്ല രസം. ആ ചാരി ഇരിക്കുന്നത് ചാടി ഇരിക്കാതെ അടിപൊളി. അടിപൊളിയാ. ഒന്നാമത് ബൈക്ക് കാണുമ്പോൾ തന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്യും. പിന്നെ ഹൈറ്റ് കളറ് ഇങ്ങോട്ട് അമ്മ ഒരു ഷാന കാണിച്ചു തരട്ടെ. എടാ ഇവിടെ നോക്കടാ, പുതിയ വണ്ടി വാങ്ങി നമ്മള്. നോക്ക്, 50 രസമുണ്ടോ? നല്ല രസമുണ്ടോ? കേറാ, അമ്മ കേറ്റി തരേ. അമ്പ ഇതാരിത് കേറിയിരിക്കുന്നത്? നല്ല രസമുണ്ടോ? ഇത് നോക്കിട്ട് വലിയ ഇവിടെ നോക്കിട്ട് പെറ്റൊക്കെ ഉണ്ട് നമുക്ക്. ഇത് നോക്ക്, കളറ് ബ്ലൂ, വൈറ്റ്, റെഡ് എല്ലാ കളറും ഉണ്ട്. ബിബി ബിബി അയച്ച് ഇഷ്ടായോ? അമ്പ എങ്ങനെയാണ് ഒന്നുകൂടി? ആ കാണുന്നുണ്ടോ അമ്പലോനെ? അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ടോ? അത് പീപ്പിയാണ്. ഇത് നോക്കടാ, BMW ഷൈന്. ഇത് യെല്ലോ, ഇത് ഗ്രീൻ, ഇത് പച്ച. ആ ഓക്കെ, അത് പച്ച. ഇത് സ്കൂളിൽ നിന്ന് പച്ചതാ. ആ ഗൈസ്, ഇത് യെല്ലോ ആണ്, ഇത് ഗ്രീൻ ആണ്, ഇത് പച്ചയാണ്, ഇതും പച്ചയാണ്. എടാ അതല്ലടാ കളേഴ്സ്, അതല്ല. ഇത് ബ്ലൂ, ആ ഇത് വൈറ്റ്, അത് റെഡ്. അതന്നെ, വെരി ഗുഡ്. അത് അതെന്താണ്? അത് സിൽവർ, പിന്നെ ബ്ലാക്ക്. ഇത് എവിടുന്ന് കിട്ടിയത്? മുട്ടായി എവിടുന്ന് കിട്ടി? കിട്ടിയാ? ആര് തന്നത്? സ്കൂളിൽ ബർത്ത്ഡേ ഉണ്ടായിനാ? ആ ബർത്ത്ഡേ ആക്കി തന്ന്. ഓക്കെ, ഇഷ്ടായോ? ഇതാ പുതിയ വണ്ടി കണ്ടോ? അച്ചാമ്മ കണ്ടോ പുതിയ വണ്ടി? ആ അതാണ്. സൂക്ഷിച്ചിരിക്കണേ. ഇതെങ്ങനെയുണ്ട് അച്ചാമ്മ വണ്ടി? പപ്പ കയറിക്കോ. പപ്പാനും കൂടി നമുക്ക് റൗണ്ട് പോണോ ട്ടാ? ആ പപ്പാനെ ഹൈറ്റിൽ ഇരുത്തിട്ട് റൗണ്ട് കൊണ്ടുപോകണോ? എങ്ങനുണ്ട്? കളർ എങ്ങനുണ്ട്? നല്ല ഇഷ്ടണ്ട്. അമ്പോ പപ്പ കയറി ഇരുന്നോന്ന്. അമ്മ കാലെത്തുന്നുണ്ട് കുട്ടിക്ക്. ഇനി ബബുല് ഓടിച്ചോളല്ലോ വണ്ടിയില്. ഇനി ബബുല് ഓടിച്ചോളല്ലോ. ബബുല് ഓടിച്ചോളൂ. അച്ഛ വേണോ? ബബുനെ കൂട്ടി ഒന്ന് താഴെ വരെ പോയി വരുമോ? പിന്നെ നമ്മൾ ബബ്ലുവിനെ കൂട്ടി റൈഡ് പോയി, അതേപോലെ തന്നെ അമ്മയും ഒരു റൗണ്ടൊക്കെ പോയി. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ വിട്ടുപോയിട്ടോ. കാരണം നമ്മൾ ആ ഒരു ഫാമിലി ടൈം എൻജോയ് ചെയ്യുന്ന, ആ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്ന ഒരു ഇതിലായിപ്പോയി. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ മറന്നേ പോയി. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അപ്പൂന് ഈ ഒരു ബൈക്ക്, അല്ലെങ്കിൽ ഒരു ബൈക്ക് പറയുന്നത് അപ്പൂന് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് കാറിനേക്കാളും ബൈക്ക് എന്ന് പറയുന്നത്. എനിക്കാണ് പിന്നെയും കാറുകളോടൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പൂന് കൂടുതലും ബൈക്കിനോടാണ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളെ അറിയിക്കാനും, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും നമുക്കും ഇതുപോലെയൊക്കെ പറ്റും, അതായത് നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി. കാരണം ഞങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത് കീപ്പ് ഓൺ വർക്കിംഗ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ
ചുറ്റും നമുക്ക് പല വിമർശനങ്ങളും കളിയാക്കലുകളും എല്ലാം നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ പിന്നീട് ഒരിക്കൽ നമ്മളൊരു നിലയിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാകുമ്പം അത് അവർക്ക് തന്നെ തോന്നും അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളത്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലീൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഡു വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ദം പ്രൗഡ്. അതുമാത്രമല്ലാതെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. അതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വലിയൊരു ഫാമിലിനെ തന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനും പല പല പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഇത്രയും വലിയൊരു ഫാമിലിനെ തന്ന എല്ലാ പ്ലാറ്റ്ഫോംസിനും നമ്മൾ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും സേഫ് ആയിരിക്കുക, എല്ലാവരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം പോവാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.